നമസ്കാരം. ഡോക്ടർ ഈസീസ് ഐ ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് വളരെയധികം പോപ്പുലറായി കഴിഞ്ഞിരിക്കുന്ന, അതായത് പലരും ഉപയോഗിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി. അത് സീറമായിട്ടും ക്രീമായിട്ടും ഒക്കെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോഴും അത് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും അറിയാതെയാണ് പലരും ഉപയോഗിച്ചു പോരുന്നത്. മറ്റു ചിലരാകട്ടെ അതിൻ്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞിരുന്നാലും ഏത് വൈറ്റമിൻ സി, അതായത് ഏത് ബ്രാൻഡ് വാങ്ങണം, എങ്ങനെയുള്ളത് വാങ്ങണം എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നവരുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ വൈറ്റമിൻ സി എന്നാൽ എന്ത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, എങ്ങനെ ഉപയോഗിച്ചാലാണ് അതിൻ്റെ ശരിയായ ഗുണം ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഏത് വൈറ്റമിൻ സി, ഏത് ബ്രാൻഡ് വാങ്ങണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള വൈറ്റമിൻ സി വാങ്ങണം എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഇത് നമ്മൾ വൈറ്റമിൻ സിയുടെ വീഡിയോ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ, അതായത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈറ്റമിൻ സി എന്ന സീറംസ് അല്ലെങ്കിൽ ക്രീംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വൈറ്റമിൻ സി എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്ന പോലെയുള്ള മൂലകങ്ങൾ, വൈറ്റമിൻസിൽ ഒന്ന് മാത്രമാണ് ഈ വൈറ്റമിൻ സി. പക്ഷേ ഈ വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്തെന്നാൽ വൈറ്റമിൻ സി ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളവയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ആൻറ്റി ഓക്സിഡൻസ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷകരങ്ങളായ, അതായത് അപകടകാരികളായ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നവയാണ്. ഫ്രീ റാഡിക്കൽസ് ആകട്ടെ അകാല വാർദ്ധക്യത്തെ ഉണ്ടാക്കുന്നു. പല രോഗങ്ങളെ, ക്യാൻസർ പോലുള്ള പല ഗുരുതരമായ രോഗങ്ങളെ വരെ ഉണ്ടാക്കാൻ ശക്തമായവയാണ് ഈ ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഇത്രയധികം അപകടകാരികളായ ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുവാൻ കഴിവുള്ളവയാണ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ അതേപോലെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമാണ് അതിൻ്റെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്നുള്ളത്. വാർദ്ധക്യത്തെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതായത് നേർത്ത വരകൾ, ചുളിവുകൾ, പിന്നെ ഫ്രിക്കിൾസ്, ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നേരത്തെ ഉണ്ടാവുന്നത് തടയാനും അതുപോലെ തന്നെ ഉണ്ടായത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ വൈറ്റമിൻ സി. കൂടാതെ ഈ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതായത് ഈ ചുളിവുകളൊക്കെ ഉണ്ടാവുന്നതിനൊരു കാരണമായി പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ കാണുന്ന ഒരു പ്രോട്ടീനായ കോളജൻ, പലരും കേട്ടിട്ടുണ്ടാവും, ഈ കോളജൻ കുറയുന്നതാണ്. 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചർമ്മത്തിലുള്ള ഈ കോളജൻ ദിവസം തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുക. അത് എക്സ്റ്റേണലായ പുറമേയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഉള്ളിലുള്ള കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ തോത് കൂടിക്കൂടി വരികയും ചെയ്യും. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആകട്ടെ ഈ കോളജൻ ബ്രേക്ക് ഡൗൺ തടയുകയും അതുപോലെ തന്നെ പുതിയതായി കോളജൻ ഉണ്ടാവാൻ, അതായത് കോളജൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയും അത് അകാല വാർദ്ധക്യത്തെ തടയുന്നു, അല്ലെങ്കിൽ ഉണ്ടായ ഈ ലക്ഷണങ്ങളെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത വൈറ്റമിൻ സിയുടെ ഗുണം പറയുകയാണെങ്കിൽ അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് നല്ലൊരു പരിഹാരമാണ് എന്നുള്ളതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ കറുപ്പ് നിറം ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സൂര്യപ്രകാശമേറ്റ് നമുക്ക് കൂടുതൽ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട്, ടാനിങ് ഉണ്ടാവാറുണ്ട്, സൺസ്പോട്ട്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ഒരു ടോണിന് വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന കറുത്ത പാടുകൾ ഒക്കെ നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഈ കറുപ്പ് നിറം, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുന്നതിനൊക്കെ ഒരു പരിഹാരമാണ് വൈറ്റമിൻ സി എന്നുള്ളത്. നമുക്ക് ഈ കറുപ്പ് നിറം, ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഒന്ന് നോക്കാം. നമ്മുടെ ചർമ്മത്തിൽ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ മെലാനിൻ എന്ന പിഗ്മെൻറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മെലാനിൻ എന്ന പിഗ്മെൻ്റാണ് നമുക്ക് കറുപ്പ് നിറം നൽകുന്നത്. ഉദാഹരണത്തിന് കുറച്ച് ഡാർക്ക് സ്കിൻ ആയവർക്ക് അവരുടെ ചർമ്മത്തിൽ മെലാനിൻ കൂടുതലായിരിക്കും, എന്നാൽ ഫെയർ സ്കിൻ ആയവർക്ക് മെലാനിൻ പിഗ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ മെലനോസൈറ്റ്സ് എന്ന കോശങ്ങൾ ഈ മെലാനിൻ എന്ന പിഗ്മെൻറ്റിനെ ഉണ്ടാക്കി അത് ചർമ്മത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കറുപ്പ് നിറം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യരശ്മികളിലുള്ള UV റേസ് ആകട്ടെ ഈ മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ മെലാനിൻ പിഗ്മെൻറ്റ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെയാണ് സൂര്യപ്രകാശം അധികമായി ഏൽക്കുമ്പോൾ നമുക്ക് ടാനിങ്ങും സൺസ്പോട്ട്സ്, അൺഈവൻ ടോണൊക്കെ ഉണ്ടാവുന്നത്.
അപ്പോൾ ഈ വൈറ്റമിൻ സി ആവട്ടെ ഇങ്ങനെയുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയൊക്കെ കുറച്ച്, അതായത് ഈ സൂര്യപ്രകാശം കൊണ്ടുള്ളതും മുഖക്കുരു കൊണ്ട് ഉണ്ടാവുന്നതുമൊക്കെ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സിനെ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ കുറിച്ച് നമ്മുടെ മുഖത്തിന് അല്ലെങ്കിൽ ചർമ്മത്തിന് കുറച്ചുകൂടി തിളക്കവും സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്നു. അങ്ങനെ മുഖത്തിനായാലും ദേഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ വൈറ്റമിൻ സി സിറംസ് നിത്യം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു എന്ന് അർത്ഥം. ഇനി വൈറ്റമിൻ സിയുടെ അടുത്ത ഗുണം നോക്കുകയാണെങ്കിൽ, വൈറ്റമിൻ സി നിത്യവും സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ അൾട്രാ വയലറ്റ് റേസ്, അതായത് നമ്മുടെ സൂര്യരശ്മികളിൽ കാണുന്ന UV റേസിൽ നിന്നും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈറ്റമിൻ സി ഉപയോഗിച്ചതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻ സിയെ പറ്റി പറയാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാനുള്ളത്. സാധാരണയായി നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ മുഖത്തുണ്ടാകുന്ന തിളക്കമില്ലായ്മ, ക്ഷീണമൊക്കെ മാറ്റി, അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളൊക്കെ കുറച്ച് യുവത്വത്തോടെ ഇരിക്കാൻ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഗുണങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിത്യവും നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ വൈറ്റമിൻ സിയും ഉൾപ്പെടുത്തുക. അങ്ങനെ എല്ലാവരും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് നിർത്തുന്നു. നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.